ഇത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി. പക്ക ദുബായ് വണ്ടി. ജസ്റ്റ് ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. ബാഗിന്റെ പ്രൈസിന് വണ്ടി ഇറക്കാം. നമുക്ക് എത്ര രൂപ ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇത് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. 4,70,000 റുപ്യ കൊടുക്കാം. 4,70,000 അതായത് ഇന്നൊരു ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഒരു ഇന്നോവ അത് ഒറിജിനൽ കേരള വണ്ടി ഉണ്ടാവും. 4,70,000 ഒരു 50,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ലോൺ. ലാസ്റ്റ് പ്രൈസ് ആണ് 5.5 ലക്ഷം. 5 ലക്ഷം അത് നെറ്റ് പ്രൈസ് ആണ്. ഇത് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് വെറും 50,000 രൂപ. ഓക്കെ പോട്ടെ, ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഒരു 20,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. മോഡൽ വന്ന് 2016 ഇറ പ്ലസ് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം. ZD ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 7 സീറ്റർ വണ്ടി 2013 ZD വണ്ടി 4.5 ലക്ഷം രൂപ. ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ 40,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 425 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നല്ല ചെറിയ ബഡ്ജറ്റില് ഡീസൽ ഓട്ടോമാറ്റിക് SUV-കളാവട്ടെ ആഷ് ബാഗുകളൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി നല്ല കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ കിലോമീറ്ററോടെ ബ്രസ് ഉണ്ട്. അതേപോലെ നമുക്ക് നല്ല ബ്ലഡ് റെഡിലൊക്കെ എടുക്കുന്ന പോളോ, MG ഹെക്ടർ, സെലേറിയോ, ബലേനോ, ന്യൂ മോഡൽ വാഗണർ, ഇനി 7 സീറ്റർ നോക്കുന്നവർക്കാണെങ്കിൽ എർട്ടിക, അങ്ങനെ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഇന്നോവയൊക്കെ അടക്കമുള്ള നല്ലൊരു കിള്ളം കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ടെൻസ് ഡ്രൈവിലാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 10-30ഓളം വാഹനങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങളാണ് ഇത് കാണിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നസീമാണ്. നസീമാണ്. അപ്പോൾ നസീമക്ക, നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ടെൻസ് ഡ്രൈവിൽ അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റിലുള്ളതും ഏത് റേഞ്ചിലുള്ള വാഹനവും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നസീക്ക, നമ്മളെ പേജിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇൻസ്റ്റ ഫോളോ ചെയ്യാനൊക്കെ ഡെയിലി പേര് ടിൻസ് ഡ്രൈവ്. അപ്പൊ നമ്മളെ ഈ ഷോപ്പിന്റെ സെയിം പേര് തന്നെയാണ്. ഇവർ 2 ടിൻസ് ആണ്. അപ്പൊ ആ ഒരു ഇതിലാണ് ഇവർ ഈ ഒരു ഷോപ്പിന് പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ടിൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞവരെ ഇൻസ്റ്റയിലേക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ 2 പേജും ഫോളോ ചെയ്യുക. അപ്പോൾ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നസീക്ക, നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ഈ ഷോറൂമിന്റെ വണ്ടൂര്. ഇത് മലപ്പുറം വണ്ടൂര് ചെറുകോടി 28 നമ്മൾ ലൊക്കേഷൻ. ഈ കാണുന്നത് നമുക്ക് ഊട്ടി റോഡാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക്, അതായത് ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എത്തിച്ചേരാം അല്ലെ? ഈ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ നിലമ്പൂർ ട്രെയിനിൽ കയറി രാജാറാണിയിൽ കയറിയാൽ ട്രിവാൻഡ്രം മുതൽ എവിടെ ഉള്ളവർക്കും വളരെ സൗകര്യപൂർവ്വം എത്തിച്ചേരാൻ പറ്റൂല. അപ്പൊ ഏത് സമയത്ത് ഇവരെ അടുത്ത് തന്നെയാണ്. ഇനി നൈറ്റ് ഒക്കെ വന്നാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെന്താ, എത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. 24 hours നമുക്ക് സേവനങ്ങൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു SUV നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ എന്നും അടിപൊളിയാണ് അല്ലേ? കാരണം നമുക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. അതും വൈറ്റിൽ നല്ലൊരു പെട വാഹനമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വൈറ്റ് ക്രെറ്റ ഫസ്റ്റ് ജനറേഷന്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡലാണ്. 1.4 ഓട്ടം വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വാഹനമാണ്. KL2 കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് എഞ്ചിൻ ഏതാണ്? 1.6 ആണോ 4 ആണോ വരുന്നത്? 1.6 ആണ്. 1.6 ആണ് ഒന്നുകൂടി നമുക്ക് കൂടുതൽ ഡിമാൻഡ് വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഇതിനായിട്ട് ഫുൾ ഓൺ ആണോ വരുന്നത്? അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് ഈ മോഡലില്. നമുക്ക് സ്റ്റിയറിംഗ്, നമുക്ക് ഡ്രൈവർ സൈഡ് ഇനി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അതേപോലെ തന്നെ വോളിയം കൺട്രോൾസ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, പിന്നെ 6 ഗിയർ ആണ് വരുന്നത്. അതുകൊണ്ട് നല്ല സ്പോർട്ടി ആണ്, നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്. ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു അടിപൊളി വാഹനം എന്ന് പറയാം. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും വരുന്നില്ലല്ലോ? ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7,15,000. 7,15,000 ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് വണ്ടി ഇറക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപ ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇത് നമുക്കൊരു കിട്ടണം ഇന്നോവ വരുന്നുണ്ട്. അതും ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 ഒറിജിനൽ കേരള വാഹനമാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. 9 അല്ലേ? പുതിയ പേപ്പറൊക്കെ ആയിട്ടുണ്ടോ? പുതിയ പേപ്പർ അല്ല, ഇത് ഒറിജിനൽ കേരളമാണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. അപ്പൊ 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ടൈപ്പ് 4 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ആണെങ്കിലും അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒറിജിനൽ കേരള. അത് നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ അല്ല? നമുക്ക് ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല വാഹനത്തില്? ഇത് ഫുൾ ആയിട്ട് ഹിസ്റ്ററി ഉണ്ടാവില്ല. 2009 ആണ്. പക്ഷെ നമുക്ക് ഏകദേശം ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലി നമുക്ക് എങ്ങനെ ഫുൾ ഗ്യാരണ്ടി വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്ക് നസിക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 4,70,000 റുപ്യ കൊടുക്കാം. 4,70,000 അതായത് ഇന്നൊരു ഓൾട്ടൊക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഒരു ഇന്നോവ അത് ഒറിജിനൽ കേരള വണ്ടി ഉണ്ടാവും.
470 അല്ലേ? അതും 5 വർഷം പേപ്പർ കാര്യങ്ങളെല്ലാം 2030 വരെ പേപ്പർ ഉണ്ട്. പുതിയ പേപ്പർ ഉണ്ട്. ഏകദേശം നമുക്ക് ലോൺ പ്രൈവറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇത് നമുക്ക് അടുത്തത് ഒരു കിള്ളം വണ്ടിയാണ്. നമുക്ക് മാരുതിയിൽ ഒരു SUV ഏതാ ചോദിച്ചാൽ നെക്സയിൽ വരുന്ന എസ്ക്രോസ് ഇല്ല. നമുക്ക് നെക്സ ചാനൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പ്രീമിയം ആണ് അല്ലേ വണ്ടി. അതിന്റെ ഒരു ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജ് ഒക്കെ ഹൈബ്രിഡ് അല്ലേ വരുന്നത്? ഇത് പിന്നെ ഹൈബ്രിഡിലല്ല, ഇത് 2016 ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് അല്ലേ. അത് നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? സിഗ്മയാണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 2 സൈഡ് എയർ ബാഗ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലേ. അപ്പൊ നമുക്കൊരു റിയർ വൈപ്പറിന്റെയും അലോയ്സിന്റെയും കമ്മിയുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനം. ഇത് ഡീസലാണ്. മൈലേജ് നമുക്ക് നെസിക്ക് അത്രയ്ക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ്, 20 കിലോമീറ്ററിന് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി, അതേപോലെ കുറഞ്ഞ മെയിൻ്റെനൻസും ആണ് അല്ലേ. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ വേറും ചോദിക്കുന്നത് 5.5 ലക്ഷം. 5 ലക്ഷം രൂപ കൊടുക്കാം. അപ്പൊ മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. ആണ് നമുക്ക് ശരിക്കും ഒരു എസ്ക്രോസിന്റെ റേറ്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ന്യൂ ഷേപ്പും കൂടിയാണ്. ലാസ്റ്റ് പ്രൈസ് ആണ് 5.5 ലക്ഷം. 5 ലക്ഷം അത് നെറ്റ് പ്രൈസ് ആണ്. ഇത് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് വെറും 50,000 രൂപ. ഓക്കെ പോട്ടെ, ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. 16 ആണെങ്കിൽ ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. 16 മോഡല്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് അല്ലെ. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. അപ്പം പക്ക സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അത് ട്രാക്കിന് 20,000 രൂപക്ക് വണ്ടി കൊണ്ടുപോകും. അത്യാവശ്യം നല്ല ഐറ്റ് ഫയൽ ചെയ്യുന്ന കസ്റ്റമർക്ക് നമുക്ക് 10,000 ഡൗൺ പേയ്മെന്റ് എന്നാലും വണ്ടി ഉണ്ടാകാൻ പറ്റും. ഇനി അതാ ഒന്നുകൂടെ ചെറുവാഹനാണ്. എന്നാൽ നല്ല കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇയോൺ വൈറ്റ് ഫിനിഷിംഗ് അല്ലേ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഈ സെഗ്മെന്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓൾട്ടേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിയറിലാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. KL 11 കാലിക്കട്ട് രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് അല്ലേ. ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ലോക്കാണ് വണ്ടി അല്ലേ. ലോക്കാണ്. അപ്പോൾ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ദിവസമൊക്കെ നോക്കി നല്ല പെട വണ്ടിയാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ വെറും 1,95,000 രൂപ. 1.95 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് വെറും നല്ലൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 20,000 വണ്ടി ഇറക്കാൻ പറ്റില്ല. മോഡൽ വന്ന് 2016 ഇറ പ്ലസ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വെറും ഒരു 98,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓൺഷിപ്പ്. ഒരു ട്രാക്കിന് 10-20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് മാരുതിയില് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ റിഡ്സ് തന്നെയാണ്. പൊതുവെ നമുക്ക് കംപ്ലൈന്റ് വളരെ കുറവാണ്. അത് ന്യൂ ഷേപ്പ് ആണ്. ഡീസൽ വണ്ടിയാണ്. ലോങ്ങിലൊക്കെ ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2013 BDI ആണ്. 1.25 ഓട്ടം വരുന്നത്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടിയാണ്. കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ്. VDI ആണ് വരുന്നത്. 1.25 നമുക്ക് ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒന്നും അഡീഷൻ ചെയ്യിക്കാനൊന്നുമില്ല. ഇത് പിന്നെ സ്റ്റോക്കാണ് കണ്ടീഷൻ. എത്ര ചോദിക്കുന്നത് നമ്മൾ? 2,95,000 രൂപ. 2.95 ഏകദേശം നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 40,000 രൂപ ഉണ്ടെങ്കിൽ 40,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്തൊരു പെട വാഹനം, ഒരു കിഡ്ലും ഫുൾ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി സെഡാനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് ഡീസലാണോ സ്കാല വരുന്നത്? സ്കാല ഡീസൽ. അതായത് സണ്ണിയുടെ സെയിം സെഗ്മെന്റ് ആണ്. റെനോയിൽ നമുക്ക് വരുമ്പോൾ ഇത് സെയിം സെഗ്മെന്റിൽ സണ്ണിക്ക് പകരമായിട്ട് നമുക്ക് സ്കാല എന്നുള്ള ഇതിലാണ്, ഒരു ബ്രാൻഡിങ്ങിലാണ് ഇത് വരുന്നത്. ഫുള്ള് സണ്ണിന്റെ ഇതാണ് വരുന്നത്. അതായത് നമുക്ക് ഇത് ഡീസൽ അല്ലേ. 24 ലോങ്ങിൽ എന്തായാലും 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതും ഫുൾ ബ്ലാക്കില് ഫുൾ ഓടാണ് വണ്ടി വരുന്നത്. ഇത് നമുക്കൊരു 1.95 ചോദിക്കുന്നത്. നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 10,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറങ്ങാം. അതായത് മൈലേജ് ചെറിയ ബഡ്ജറ്റ് എന്നാ വലിയ വണ്ടി, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. വെറും 1.95 ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്നില്ല. റിയറിലൊക്കെ നോക്കി നിങ്ങൾ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ നമുക്ക് റിയറിൽ 2 AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി വരുന്നത്. നല്ല ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന വണ്ടിയാണ്. നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ നല്ല സുഖമാണല്ലേ.
അപ്പൊ മൈലേജും ഉണ്ടാവും. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് ഓടിക്കുന്നത് ഏകദേശം 1,10,000 കിലോമീറ്റർ. 1,10. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 3ാമത്തെ വർഷം. എത്ര 1,95. ഇത് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഏകദേശം പിന്നെ ഒരു മീഡിയം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 1,60,000 വരെ ലോൺ 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും. അടുത്ത ഒരു പെടവാഹനം അല്ല, നമുക്ക് റെഡ് പോളോ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേറെ എവിടെയും പോകണ്ട. അല്ല, അടിപൊളി ഒരു ബ്ലഡിൽ ഒരു കിഡിലം ഒരു വാഹനം വന്നിട്ടുണ്ട്. അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നല്ല കിഡിലം അലോയൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു നസീക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡൽ ഹൈലൈന് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അപ്പൊ നോക്കി നിങ്ങൾ നല്ല പെട വണ്ടിയാണ്, അതും ബ്ലഡ് റെഡിലൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതൊക്കെ നോക്കി നിങ്ങൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. യുസയുടെ എയർ ബാഗ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 1.25 ഓട്ടം വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. പോളോ ഹൈലൈന് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അതെ, ഡീസൽ വണ്ടി. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 20,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഇറക്കാൻ പറ്റും. വെറും 20,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പിന്റെ 2015 ഹൈലൈൻ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് RC. കിലോമീറ്റർ 1.25. അപ്പോൾ ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കല്ല വണ്ടിയാണ്. എന്റെ വണ്ടിയാണ് അല്ലേ? ഇത് നമുക്കൊരു വലിയൊരു വാഹനത്തിലേക്കാണ് പോകുന്നത്. നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു MG ഹെക്ടർ അല്ല, പ്ലസ് ആണോ അതോ 5 സീറ്റർ? ഏറ്റവും ഫുൾ ലോഡ് 5 സീറ്റർ വണ്ടി. 5 സീറ്ററിലെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഇതൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത്. ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ സിംഗിൾ RC ഓണർ ആണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഫുൾ ലോഡിൽ 40,000 കിലോമീറ്റർ വോയിസ് കൺട്രോൾഡ് പാനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി, എല്ലാം വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ പാനോരമിക് സൺറൂഫ് വരുന്ന വണ്ടി. 40,000 കിലോമീറ്റർ. മോഡൽ പറഞ്ഞത് 2020 മോഡൽ. 20 മോഡൽ അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ഓൺസി. എത്ര ചോദിക്കുന്നത് നമ്മൾ? 12.25 ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ലോൺ നമുക്ക് ഏകദേശം ഒരു 50,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ലോൺ 1 lakh തന്നെ. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ, ഒരു മീഡിയം കസ്റ്റമറിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 50,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിന് വേണ്ടി. അത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക്. പക്ഷെ നല്ല കംഫർട്ടാണ്, നല്ല കംഫർട്ടബിൾ. ഇത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റില് ഒരു ചെറുവാഹനം. ഇതും ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് നല്ല സെലേറിയോ ഓട്ടോമാറ്റിക് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് പക്ഷെ നല്ല പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ 711 ഒക്കെ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 VXi ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ഓണിലാണ്. അത് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഇതിലൊക്കെ നല്ല കിടുവാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.10 അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആണ്. ഫുള്ള് സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഫുൾ ഓണില് സിംഗിൾ ഓൺഷിപ്പ് 2019 മോഡൽ ഓട്ടോമാറ്റിക് അല്ലേ? 4,30,000 രൂപ. 430 ബെസ്റ്റ് പ്രൈസിന് ഫുൾ ഓണില് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്കൊരു ബലാന വരുന്നുണ്ട്. നെക്സ ബ്ലൂ ആണ് വരുന്നത്. അത് പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം വണ്ടി അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡൽ ഡെൽറ്റയാണ്. അതെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ RC ആണ്. 90,000 കിലോമീറ്റർ ഓടുന്ന വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ. 21 മോഡൽ 2021 ഡെൽറ്റ കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പക്കായിട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. റൂഫൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. മേജറായ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് റിയറിൽ ചാർജിങ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു 50-67 സീരീസ് ആയിട്ടുള്ള നമ്പറൊക്കെ വരുന്നുണ്ട്. എത്ര ചോദിക്കും നമ്മൾ? നമുക്ക് 5,60,60,000 രൂപ. പിന്നെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ 5,60 ഫുൾ ഓണിൽ 2021 ഡെൽറ്റ സിംഗിൾ RC വണ്ടി. പക്കായിട്ട് നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അടുത്തതാണ് നമുക്ക് ഇവിടുത്തെ KL71 നമ്മുടെ സ്വന്തം നിലമ്പൂർ രജിസ്ട്രേഷനിലുള്ള വണ്ടിയില്ല. ഇവിടുത്തെ അതേ രജിസ്ട്രേഷൻ ആണ്. വാഗ്നർ ആണ്. ഡുവൽ ടൂൺ ആണ്. ശരിക്കും നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 2022-23 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ നല്ല പെടയാണ് അല്ലേ? പുത്തൻ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ സിംഗിൾ RC വണ്ടി. ഏറ്റവും ടോപ്പിന്റെ മാനുവലും ആണ് അല്ലേ? ഇത് 1.2 ആണോ 1 ലിറ്റർ ആണോ? ഇത് 1.2 ലിറ്റർ. അത്യാവശ്യം നല്ല മൈലേജ്. ഈ ഒരു സെഗ്മെന്റ് നല്ല മൈലേജ് ആണ്.
വണ്ടിയാണ്. നല്ല കംഫർട്ട് വേണം. പുതിയ വാഗ്നർ എന്ന പഴയതിനെക്കാട്ടി കൂടുതൽ മൈലേജ് കിട്ടും. അതെ അതെ അതെ. അതും ഡുവൽ ടൂണില് അതും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ. 40,000 കിലോമീറ്റർ 2023-24. അതെ അതെ. എത്ര ചോദിക്കുന്നത് നമ്മൾ? 6,65,000. 6,65. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് നല്ല കസ്റ്റമർ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇതാ നമുക്ക് ഒരു 7 സീറ്റർ, അതും ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസലില് ഏകദേശം 18-20 വരെ മൈലേജ് നമുക്ക് കിട്ടുന്ന നല്ലൊരു കിഡില് എർട്ടിക, അതും ഗ്രേ ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 VDI സെൻട്രൽ AC കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല സ്പേഷ്യസ് ആയിട്ട് ഡീസലിൽ ഏകദേശം 18-20 മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഏകദേശം 1.25 ഓട്ടം വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതാണ് ഹൈബ്രിഡ് കൂടിയാണ് അല്ലെ. ഹൈബ്രിഡ് ആണ്. SHBS സ്പെഷ്യൽ ഹൈബ്രിഡ് ആണ്. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കിട്ടുന്ന ഒരു നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 20ന്റെ മുകളിൽ തന്നെ ഇതിന് മൈലേജ്. 7 സീറ്റർ ആണ്. 7 സീറ്റർ വണ്ടിയും കൂടിയാണ്. എത്ര ചോദിക്കുന്നത്? 6.25 ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഏകദേശം ലോൺ എത്ര വരെ? ലോൺ നമുക്കൊരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് സിറ്റി കഴിഞ്ഞ തവണ ഒത്തിരി സിറ്റികൾ ഉണ്ടായിരുന്നു. ഇന്ന് വൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. സിറ്റി അത്യാവശ്യം പോയിട്ടുണ്ട് അല്ലെ, പോയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് സിറ്റി, കാരണം മൈലേജ് ആണ് ഇത് ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. അതേപോലെ തന്നെ മെയിൻ്റനൻസും വളരെ കുറവാണ്. ഇത് നിലവിൽ KL 71 അത് സ്റ്റേറ്റ് ആണ് വണ്ടി വരുന്നത്. രജിസ്ട്രേഷൻ നമ്പറൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ നമ്പറിൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 ആണ്. 2019 വണ്ടി അല്ലേ. അത് നമുക്ക് റിയൽ AC വെന്റ് കാര്യങ്ങൾ, സൺറൂഫിന്റെ കുറവ് മാത്രമേ ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ വെൽസും മിറേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഈവൻ സൺറൂഫ്, ഈവൻ നമുക്ക് കമ്പനി അലോയ്സ് അടക്കം വരുന്നുണ്ട്. അവിടെ ഫുള്ള് കമ്പനി സ്റ്ററിലുണ്ട്. ഇത് കമ്പനി സ്റ്ററിലുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടൈപ്പ് 4 ഇല്ല, 4th ജെന്നിനെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ കൂടിയാണ്. അപ്പൊ 2019 മോഡല് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡോ? ഇത് സിംഗിൾ RC. അവിടെ സിംഗിൾ RC ആയിരുന്നു, ഇവിടെ സെക്കൻഡ് RC. ഇവിടെ സെക്കൻഡ്. അപ്പൊ നമ്പർ ആക്കിയപ്പോൾ നമുക്ക് സെക്കൻഡ് ഓണർ ആയിരുന്നു. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.25 കറക്റ്റ് കമ്പനി സർവീസ്. ഇതൊക്കെ പിന്നെ ടയോട്ടന്റെ മൈരിനാണ്, ഹോണ്ട ആയതുകൊണ്ട് അത്യാവശ്യം കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഏകദേശം ഡീസൽ ആയതുകൊണ്ട് 24 വരെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ. എത്ര ചോദിക്കുന്നത് നമ്മളത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25. ലോൺ ഏകദേശം ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇത് നമുക്ക് വീണ്ടും ഒരു എർട്ടിക തന്നെയാണ്. ഈ കളർ ചേഞ്ച് ഒന്നും ആവശ്യമുള്ളവർക്ക് അത് ഡീസൽ തന്നെ അല്ലേ. നേരത്തെ ഗ്രേ ആയിരുന്നു, ഇനി വൈറ്റ് വേണമെന്നുള്ളവർക്ക്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2013 ZDI വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലേജിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട. 7 സീറ്റർ ആണ്. പിന്നെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ZDI ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് വരുന്നത് 1.25 1.25 ആണ്. മേജർ സർവീസ് ടൈം ചെയിൻ ഒക്കെ മേജർ സർവീസ് കഴിഞ്ഞ് ഏകദേശം പറങ്ങി വന്ന വണ്ടിയാണ്. ടയറും അത്യാവശ്യം 4 ടയേഴ്സും ഉണ്ട്. കുട്ടികളുടെ നല്ല കിട്ടിലും ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സർവീസ് ഒന്നും ബാക്കിയില്ല, ഒന്നുമില്ല. നേരെ ഡീസൽ അടിച്ചാൽ ഓടിയാൽ മതി. എന്നിട്ട് ഒരു 10,000-15,000 ആകുമ്പോൾ പിന്നെ ആലോചിച്ചാൽ മതി. സർവീസ് ചെയ്ത ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു 10,000 ഓടാഞ്ഞ് സ്വതന്ത്രമായിട്ട് ഓടാം. നമ്മൾ എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം. ZDI ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 7 സീറ്റർ വണ്ടി 2013 ZDI വണ്ടി 4.5 ലക്ഷം രൂപ. ഏകദേശം ലോൺ എത്ര? ഒരു 20,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കും. കൊണ്ടുപോട്ട ആളുകള് 7 സീറ്റർ വണ്ടി ഡീസൽ വണ്ടി പൊളിച്ചടുക്കി കൊടുക്കണം. ഇത് നമുക്ക് ബ്രസ്സ അല്ലെ. ബ്രസ്സ 2019 ഡീസൽ വണ്ടിയാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക്, ഡീസൽ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്പർ എന്തായാലും കാണിച്ചു കൊടുക്കണം അല്ലെ. പക്ക സീരീസ് നമ്പർ ആണ്. 1 2 3 4. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 VDI. 2019 വീട്. അതായത് നമുക്ക് മാരുതിയിലെ ഡീസലിന്റെ അവസാന കാലഘട്ടത്തില് ഡീസലിൽ വന്ന വണ്ടി എന്ന് പറയാം അല്ലെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.25. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി പുതിയതായിട്ട് നമ്മൾ ഏകദേശം നല്ല പ്രീമിയം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അതുപോലെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ, ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലെ. അപ്പൊ ഒന്നും നോക്കാനില്ല, നേരെ ഡീസൽ അടിച്ചങ്ങ് പോയാൽ മതി. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണില് ഡീസൽ വണ്ടി അല്ലേ. 6.25 നമ്മൾ ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. 2019 മോഡൽ ഡീസൽ വണ്ടിയാണ്. 6.25 ചോദ്യം. അത് ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡീസൽ വീഡിയോ അല്ലായിരുന്നു.
ഡീസൽ വീട്. നീ ഇതിന്റെ ഒരു റെഡ് അവിടെ കിടക്കുന്നുണ്ടല്ലേ? ഇതിന് റെഡ് കിടക്കും. ആ വരി നമുക്ക് പോയി നോക്കാം. അപ്പൊ അതാണ് ഇതേപോലെ ഇനി ഒരു കളർ ചേഞ്ച് ഒന്നുകൂടെ മോഡലൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതിൽ പുഷ് ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ റെഡ് വണ്ടി അതേപോലെ നമുക്ക് അത്യാവശ്യം ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു നസീക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 VXi ആണ്. VXi ആണ്. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ടച്ച് സ്ക്രീന്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, നമുക്ക് അത്യാവശ്യം നമുക്ക് വൃത്തിയായിട്ടുള്ളൊരു മോഡലാണ് അല്ലേ വരുന്നത്. അതായത് 48,000 കിലോമീറ്റർ KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. VDI ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. VXiയിൽ സെമി ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. സെമി ഹൈബ്രിഡ്, സോ നല്ല മൈലേജ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു VDI ആണെങ്കിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എല്ലാ വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? നമ്മൾ 8.25 റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണില് 8.25 വെറും 48,000 കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി 58,000 കിലോമീറ്റർ. 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. ഫുൾ ഓൺ 22 മോഡൽ സെമി ഹൈബ്രിഡ് ഇല്ല. ഇനി ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഇതിന്റെ നമ്പറൊക്കെ നോക്കി നിങ്ങള്, നല്ല പെട നമ്പറാണ്. ദുബായ് നമ്പറാണ്. ദുബായിലാണെങ്കിൽ ഇതിന് കോടികൾ പോയി. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? മെർസിഡസ് ബെൻസ് 220 അല്ലേ വരുന്നത്? ഇത് 250. ഓക്കെ, എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡല്, പിന്നെ 98,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയല്ലേ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള A to Z കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? AMGന്റെ കിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് പക്ക റീസ്റ്റോർ ചെയ്ത വണ്ടി. ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത വണ്ടിയാണ്. അത്രയും നമുക്ക് വീല് വരെ മേഡ് ഇൻ ദുബായ് ആണ്. വീല് വരെ മേഡ് ഇൻ ദുബായ് ചെയ്താണ്. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി വണ്ടിയാണ്. പക്ക ദുബായ് വണ്ടി. അതന്നെ പറയാം. ദുബായ് നമ്പർ, ദുബായ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമ്മളിവിടെ നമുക്ക് ഇതുമായി ലോൺ ഒരു 15 ലക്ഷം വരെ നല്ല ലോൺ ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയില്ല. മോഡൽ എങ്ങനെയായിരുന്നു? മോഡൽ 2014 മോഡൽ, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി ഫുൾ പക്ക AMG ഒക്കെ നമുക്ക് ഇമ്പോർട്ടർ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്രയും പക്കായിട്ട് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? മൈലേജ് അതേപോലെ തന്നെ ലോ മെയിൻസ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ടയോട്ടയുടെ എത്തിയോസ് സെഡാന്. ഏകദേശം ഒരു 20 വരെ മൈലേജ് എന്തായാലും കിട്ടൂല. 20ന്റെ മുകളിൽ കിട്ടും, എന്തായാലും കിട്ടും. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 GD. ഒറിജിനൽ കേരള വണ്ടിയാണോ? കേരള റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കി വണ്ടിയാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ എത്തിയിട്ട് ഒത്തിരി കാലമായില്ലേ? കേൾട്ടൺ AYയിലാണ് കിടക്കുന്നത്. ഇത് ഫുള്ള് കണ്ടീഷനാണ്, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ ഒത്തിരി ആയിട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ എത്തിയ വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് RCയിലാണ് വരുന്നത്. 1.25 ഓട്ടം വരുന്നത്. 2013 മോഡല്. നമുക്ക് റേറ്റ് 3,60,000 കൊടുക്കാം. 3,60,000 നമുക്ക് ചെയ്യാൻ പറ്റും. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഇറക്കും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം പുതിയ കുറച്ച് സ്റ്റോക്കുകൾ വന്നപ്പോൾ നമ്മൾ വീണ്ടും വന്നതാണ്. ഇതിൽ നമുക്ക് ക്രെറ്റ ഫസ്റ്റ് ജനറേഷൻ വന്നിട്ടുണ്ട്, വാഗ്നറൊക്കെ ലോ കിലോമീറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ ലോ പ്രൈസിൽ നമുക്ക് എർട്ടിക, അതേപോലെ തന്നെ നമുക്ക് ഇന്നോവകൾ, അങ്ങനെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ, നമ്മൾ ഊട്ടി റോഡിൽ ചെറുകോട് 28ലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഒരു വാഹനങ്ങൾ കൊണ്ടുപോകാം. ഒരു ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസ്ഡ്രൈവ് എന്ന പേജ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് NSC സൈനിങ് ഓഫ്.